എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയണം. അവളോട് ഇതിനെക്കുറിച്ച് എങ്ങനെ ചോദിക്കണം? എന്തെന്നറിയാത്ത സന്തോഷം. ഞാൻ തന്നെ കാണാനാണ് വന്നത്. മീനുവിൻ്റെ ഇടനെഞ്ചിൽ വല്ലാത്തൊരു കുളിർ. ഞാൻ ഡോക്ടറല്ലേ, അല്ലാതെ വക്കീലല്ലല്ലോ. അപ്പോൾ ഈ പുരുഷന്മാർ അറിയാത്ത സ്ത്രീകൾക്ക് മാത്രം അറിയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നോട് ചോദിക്കും. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതിലേക്ക് മറ്റൊരാൾ തലയിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം അവൾ ജീവിക്കാൻ അത്രയ്ക്ക് അവളെ ഇഷ്ടമാണ്. മീനുവിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ജയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു മറുപടി അവൾ പറഞ്ഞാൽ അതാണ് താൻ ആഗ്രഹിക്കുന്ന ഉത്തരം. മീനുവിൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൾ തൻ്റെ ഓർമ്മകളിലേക്ക് പോയി എന്ന് ജയ്ക്ക് മനസ്സിലായി. അത് തന്നെയായിരുന്നു അവൻ്റെ ആവശ്യം. അവൾ മനസ്സ് തുറന്ന് സംസാരിക്കണം. സന്തോഷത്തോടെ കാണുന്ന പല ദാമ്പത്യവും ഉള്ളുകൊണ്ട് ഇതുപോലെ നീറി ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ ദയനീയ അവസ്ഥ കാണാൻ പറ്റും. സഹിക്കിടുമ്പോൾ അവരങ്ങ് പൊട്ടിത്തെറിക്കും, അത്രയേ ഉള്ളൂ. അതിന് ഡിവോഴ്സ് എന്നൊരു പേരും വരും. ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാതിരിക്കുമ്പോൾ, രക്ഷപ്പെടണമെന്ന് അതിയായി ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരു പെണ്ണെടുക്കുന്ന തീരുമാനമായിരിക്കും ഡിവോഴ്സ് എന്നത്. അതിനും അവളെ കുറ്റപ്പെടുത്താൻ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടാവും. അവൾക്ക് എന്താണ് സംഭവിച്ചത്, അവളുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇതൊന്നും ആരും അന്വേഷിക്കില്ല. ഡിവോഴ്സ് ചെയ്യുന്ന ആ പെണ്ണ് അഹങ്കാരിയായി മാറും. അത്രേ ഈ സമൂഹം അവളെക്കുറിച്ച് പറയുള്ളൂ. അവൾ ഉരുകിത്തീരുന്നത് ആരും കണ്ടു കാണില്ല. ജയുടെ ആ ചോദ്യത്തിന് മുന്നിൽ മീനു ഒന്ന് പതറിയില്ല. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് ജയ്ക്ക് തോന്നി. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.